അരികെയിലെ സീനിൻ്റെ തുടർച്ചയിൽ ആ പുരുഷൻ്റെ മാനറിസത്തിൽ അയാളുടെ സിഗരറ്റിൻ്റെ പുക അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ ഊതുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ എത്തുന്നൊരവസ്ഥയിലാണ് അയാൾ ആസ്വദിക്കുന്നത്. ആ സിഗരറ്റ് ആസ്വദിക്കുന്നത് ഭയങ്കര രസകരമായിട്ട് ആ ക്യാരക്ടറിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അയാൾ എങ്ങനെയാണ് ജീവിതത്തെ കാണുന്നതെന്നൊക്കെ ഉള്ളത്. ആ പുക ഇങ്ങനെ കറക്റ്റായിട്ട് അയാൾ അതിനകത്തൊരു ആസ്വാദനം കണ്ടെത്തുന്നുണ്ട്. അതൊരു പക്ഷേ ആ ക്യാരക്ടറിനെ വിശകലനം ചെയ്യാനുള്ള സൂക്ഷ്മാംശത്തെ ശരിക്കും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സാറ് അത് ആ മാനറിസത്തെ അങ്ങനെ തന്നെ ഉപയോഗിച്ചതല്ലേ? അത് ഭയങ്കര ഡെലിബറേറ്റ് ആയിട്ട് തന്നെ ചെയ്തതല്ലേ? അല്ല, രജനീഷിൻ്റെ ഒരു വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒബ്സർവേഷനാണ്. ഓരോ കാഴ്ചക്കാരനും അതിൻ്റെ ഡയമെൻഷൻസ് പല രീതിയിലാണ് എടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇതൊരു ഒരു പെൺകുട്ടിയെ സെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല അത് വാസ്തവത്തിൽ. അയാളുടെ ഒരു ജീവിതത്തിനെ കുറിച്ചുള്ള അയാളുടെ കാഴ്ചപ്പാടാണ് വാസ്തവത്തിൽ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ വാക്കുകളിലൂടെ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഈ പെൺകുട്ടി ജീവിതത്തെ കാണുന്നതും ബന്ധങ്ങളെ കാണുന്നതും സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് പ്രത്യേകിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യാസമുണ്ട്. ഈ രണ്ട് ലോകങ്ങളെ കാണുന്നത്, അതിൻ്റെ ബിഹേവിയറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യത്യാസങ്ങളും അതിലുണ്ട്.